ഇതിപ്പോൾ എന്താ ഇതിനെയും പിടിച്ചുകൊണ്ട് നിൽക്കണമെന്നായിരിക്കും അല്ലേ. ഇതാണ് ഉണ്ണിത്തണ്ട് അല്ലെങ്കിൽ വാഴത്തണ്ട് പറയും. ഓരോ നാട്ടിൽ ഇത് ഓരോന്നായിട്ടാണ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, സോ വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഞാനിന്ന് ഉണ്ണിത്തണ്ട് വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി അല്ലെങ്കിൽ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ ഹെൽത്തിയാണ്. അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുമല്ലോ. കിഡ്നി സ്റ്റോണിനൊക്കെ വളരെ നല്ലതാണ്. ഒരുപാട് വാട്ടർ കണ്ടൻറ് ഉള്ളതാണ് ഇത്. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ ഇതിനെ നമ്മളിതെങ്ങനെയാണ് മുറിക്കണത് കേട്ടോ. മുറിക്കുമ്പോൾ ഇത് വന്ന് നല്ല ഒരു പിന്തായ അധികം മൂത്തിട്ടേ ഇല്ല കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇതിൽ നാരൊന്നും കാണുന്നില്ല. കണ്ടോ, മുറിക്കുമ്പോൾ ഇതാ നല്ല ക്ലീനായിട്ടുണ്ട്. നല്ല പിന്ത് ഇതുപോലത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നേരെ മറിച്ച് ഇത് നോക്കിക്കോളൂ, രണ്ട് വാഴയിലത്തെ വെട്ടിയതാണ് കേട്ടോ. ഇത് നോക്ക്, ഇത് കുറച്ച് മൂത്തതാണ് കണ്ടോ നാര്. ഒന്നുകൂടി കാണിച്ചു തരാം. മൂത്തതാവുമ്പോൾ നമുക്കിതങ്ങനെ നാര് വരും. അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മൂക്കാത്തതാണ് എടുക്കേണ്ടത്. അങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. നമ്മൾ കുറച്ച് ചെറുതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേവിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിതാ ഒരു വേവിക്കണ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് മുകളിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇനി നമുക്കിതിനായി കുറച്ച് സാധനങ്ങൾ വറുക്കാനുണ്ട്. നമ്മളിത് ആവിയിൽ വെച്ചിട്ടുണ്ട്, അത് വേവട്ടെ. നമുക്ക് എന്തൊക്കെയാണ് വറുക്കേണ്ടതെന്ന് നോക്കാം. വരും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലെണ്ണ. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യണത് അതിടാം. ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ ഒരു 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ദെൻ കുറച്ച് പച്ചമുളക്. എരിവൊക്കെ ആവശ്യത്തിന് നിങ്ങൾ ഇത് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. അതിൽ ടേസ്റ്റിലൊന്നും നല്ല മാറ്റം വരില്ല. പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ അതിലേക്ക് പൊരികടല. അത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ഇടാം കേട്ടോ, വേണ്ടാത്തവർക്ക് അവോയ്ഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഒരു പിടി നാളികേരം ഇടുന്നുണ്ട്. സോ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. ഇങ്ങനെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം വെന്ത് കിട്ടും. കണ്ടോ, നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറട്ടെ, നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം. ഇപ്പോൾ ആറി അതിനെ ഉണ്ണിത്തണ്ടിനെ മിക്സിയിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് ഒരു ഉരുള പുളി കൂടി വെച്ച് നല്ലോണം പേസ്റ്റാക്കുക കേട്ടോ. നമ്മൾ ആ ചട്നിക്ക് കടുക് വറുക്കാൻ പോകുന്നുണ്ട്. സോ കടുക്, ചുവന്ന മുളക്, പട്ടപ്പട്ടയെന്ന് പൊട്ടിത്തുടങ്ങി നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുണ്ട്. നമുക്കൊരു അടിപൊളി ഉണ്ണിത്തണ്ട് ചമ്മന്തി അല്ലെങ്കിൽ ചട്നി തയ്യാറാണ് കേട്ടോ. ഇനി ടേസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഉണ്ണിത്തണ്ട് ചട്നി ഉണ്ടാക്കി കഴിഞ്ഞു. അത് കണ്ടു കഴിഞ്ഞാൽ പറയേയില്ല ഉണ്ണിത്തണ്ടാണോ എന്ന് ശരിക്കും. ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണം കേട്ടോ. നന്നായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം ഞാൻ കഴിച്ച് നോക്കി, നന്നായിട്ടുണ്ട്. നിങ്ങൾ കഴിച്ചിട്ട് പറയും. നോക്കട്ടെ, ഞാനും നോക്കാം നല്ലത്. അപ്പോഴല്ലേ അറിയില്ലല്ലോ. ഒന്നും കൂടി കഴിക്കട്ടെ കേട്ടോ, ശരിക്കും കിട്ടിയിട്ടില്ല ടേസ്റ്റ്. നല്ല ശരിക്കും പറഞ്ഞാൽ തേങ്ങ ചട്നിയുടെ അതേ ഇതാണ്, ഫീലാണ്. പക്ഷേ എന്താ പറയുക, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇതിൻ്റെ ഉണ്ണിത്തണ്ടിൻ്റെ. ചെറുതായിട്ട് എന്തായാലും ഒരു ഇതുണ്ടാവും. നന്നായിട്ടുണ്ട്. പക്ഷേ കടുകും കൂടി വറുത്തപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി.
ഇപ്പം എല്ലാവർക്കും അറിയാം ഉണ്ണിത്തണ്ടിൽ നിറയെ വെള്ളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഞാൻ അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, ഹാപ്പി കുക്കിംഗ്.